നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയിലാണുള്ളത്. കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് നിന്ന് നമ്മൾ നേരെ ഇന്ന് പുതിയകാവ് വരെയുള്ള പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ നമ്മളിന്ന് ചെയ്യുന്നത്. കരുനാഗപ്പള്ളിയിൽ ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ പൈലിങ്ങിൻ്റെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പൈലിങ്ങിൻ്റെ വർക്കുകൾ എടുക്കാമെന്ന് കരുതി വന്നതാണ്. അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അങ്ങ് ചെയ്യാമെന്ന് കരുതി നമ്മളിപ്പം കന്നേറ്റി പാലത്തിൻ്റെ അടുത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്തായിട്ടുണ്ട്. അവിടെ ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് പോലെ ഇടത് ഭാഗത്തായിട്ട്, നിലവിലെ റോഡിൻ്റെ ഇടത് ഭാഗത്തായിട്ട് കുറേ സ്ഥലം അവർ വൃത്തിയാക്കി എടുത്തിട്ട് ഇപ്പം കുറച്ച് മണ്ണടിച്ച് ലെവൽ ചെയ്തെടുത്ത് വരുന്നുണ്ട്. ഇവിടെയൊക്കെ ഇപ്പം ഇനി വരാനുള്ളതെന്ന് പറഞ്ഞാൽ റിട്ടേണിംഗ് വാൾ ഉയർത്തി മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട് വരാനുള്ളത്. പിന്നെ നമ്മൾ പാലത്തിൻ്റെ അടുത്തായിട്ട് വരുമ്പം മൊത്തം 5 പിയറുകൾ, 2 എൻഡിലുമായി അബ്യൂമെൻറ്റ് പിയർ, ഇടയ്ക്ക് 3 പിയറുകൾ. അതിൽ ഒന്നിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കാനുണ്ട്. ബാക്കി 2 എണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ ഒരെണ്ണം പൂർത്തിയായിട്ടുണ്ട്. ഒരെണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തി നിൽക്കുകയാണ്, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഒരു 10 ഗർഡറുകളുടെ പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അതിൽ 8 എണ്ണം പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 2 എണ്ണം കൂടി ഇനി ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ആ കമ്പിയൊക്കെ പച്ച കളറിലായിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം ആ ഒരു ഗിർഡറിൻ്റെ പണി ഇനി പൂർത്തിയാവാനുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം ഇത്രയും ഭാഗത്ത് ഇടത്തെ സൈഡിൽ അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയുണ്ട്. നേരത്തെ ഈ ഒരു ഭാഗത്തൊക്കെ നല്ലോണം കാട് പിടിച്ച് കിടന്നിരുന്ന ഒരു സ്ഥലമാണ്. ഇടത് ഭാഗത്ത് അവരിപ്പം വെട്ടി നിരത്തി എടുത്തപ്പം മണ്ണിട്ട് ലെവൽ ചെയ്ത് വരുന്ന പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. നമ്മൾ കന്നേറ്റി പാലം കയറി ഇറങ്ങി വരാറാവുമ്പോൾ തന്നെ ഒരു അടിയിൽ കൂടി ഒരു പാത കടന്നു പോകുന്നുണ്ട്, ചെറിയൊരു റോഡ് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പണിയും കാണും. അപ്പം ആ ഒരു അണ്ടർപാസ് അവിടെ ഉണ്ടായിരിക്കും. അപ്പം ഇടത്തെ സൈഡിലായിട്ട് ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്ത് വരേണ്ട പണി ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ പിന്നെ മുമ്പോട്ട് ഇവിടുന്ന് പോകുന്ന വഴിക്ക് ഇടത് ഭാഗത്തായിട്ട് തന്നെ ഇപ്പം അവർ മണ്ണിട്ട് ലെവൽ ചെയ്യുന്ന പണി തന്നെയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. കുറേ ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നിരത്തുന്ന പണി നടക്കുന്നുണ്ട്. ഇവിടുന്ന് പിന്നെ നമ്മൾ ലാലാജി ജംഗ്ഷൻ വരെ എത്തുന്ന ഭാഗത്തായിട്ട് പിന്നെ വലിയ പണി തുടങ്ങിയിട്ടില്ല. ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ കണ്ടമാനം പോസ്റ്റുകളാണ് നിൽക്കുന്നത്. അത്രയും എടുത്ത് മാറ്റണം. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കൂടുതൽ പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട്. നമ്മൾ പിന്നെ ലാലാജി ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്താറാകുമ്പോൾ ഇവിടെ ഇടത് ഭാഗത്തായിട്ട് തന്നെ കുറച്ച് റെഡിമെയ്ഡ് ഡ്രൈനേജിൻ്റെ കുറച്ച് പീസ് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഇട്ടാണ് അവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ തന്നെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ലാബും ഈ ഒരു ഭാഗത്തിട്ട് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ലാലാജി ജംഗ്ഷനിലെ ആ ചുങ്കത്ത് പ്രിൻസ് ജ്വല്ലറിയൊക്കെ ഉള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ ഒരു ബിൽഡിങ് ഇനിയും പൊളിച്ചു മാറ്റാൻ ബാക്കിയുണ്ട്. അത് ഇതുവരെയായിട്ടും പൊളിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് ബാരിക്കേഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ലാലാജി ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇടത്തെ സൈഡിലായിട്ട് തന്നെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഓടയുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ആദ്യത്തിലേറെയായിട്ടുള്ള മെറ്റിലും ഇട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ വലതുഭാഗത്തും ഇനി പണി തുടങ്ങാനുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് വരുന്ന ഭാഗത്തും, അതായത് എച്ച് മാളിൻ്റെ മുൻഭാഗത്തും അതേപോലെ തന്നെ ഓടയുടെ നിർമ്മാണവും കുറച്ച് നല്ല ലെങ്തിലായിട്ട് തന്നെ മുമ്പോട്ട് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ മെറ്റിലും ഇട്ട് ആ ഒരു ഭാഗത്തായിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെയുള്ള പണി ഇനി വലത്തെ സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. പണി തുടങ്ങാനുണ്ട്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും പണിയാണ് കരുനാഗപ്പള്ളി നമ്മൾ സ്റ്റാൻഡ് എത്തുന്നതിന് മുമ്പായിട്ട് ലാലാജി ജംഗ്ഷൻ കഴിഞ്ഞേച്ച് വരുമ്പോഴുള്ള സ്ഥലത്ത് പണി നടന്നിട്ടുള്ളത്. ഇനിയും നമുക്ക് കാണാം ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ പോസ്റ്റുകൾ ഇപ്പോൾ ഉള്ളത്. അതെല്ലാം എടുത്ത് മാറ്റാനുള്ള പണിയുണ്ട്. നമ്മൾ KSRTC സ്റ്റാൻഡിൻ്റെ അടുത്ത് വരുമ്പോഴാണ് പിന്നെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ കാണുന്ന പോലുള്ള പൈൽ ഡ്രില്ലിംഗ് മെഷീനല്ല ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചേപ്പാട് ഫ്ലൈ ഓവർ നിർമ്മിക്കുമ്പോൾ കണ്ട ആ ഒരു പൈലിംഗ് മെഷീനുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ആ ഒരു വണ്ടിക്കകത്ത് കൊണ്ടുവന്ന് പൈലിംഗ് ചെയ്യുന്ന രീതിയിലുള്ള മെഷീനറിയാണ് കൊണ്ടുവന്ന് വെച്ച് പണി തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പൈലിങ്ങുകൾ 2 ഒരു വണ്ടികൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അതുകൊണ്ട് പൈലിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത്. പിന്നെ നമ്മൾ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പം ഫുള്ള് ഇടത്തെ സൈഡിലായിട്ടാണ് പണി കൂടുതൽ കഴിഞ്ഞിട്ടുള്ളത്. കരുനാഗപ്പള്ളിയിൽ നഗരത്തിലെ ഏറ്റവും കൂടുതൽ പണി ഇപ്പം നമ്മൾ ലാലാജി ജംഗ്ഷനിൽ നിന്ന് നേരെ അങ്ങോട്ട് മുമ്പോട്ട് കരുനാഗപ്പള്ളി കഴിഞ്ഞ് അങ്ങോട്ട് മുമ്പോട്ട് ഔബാക്കാവ് ഭാഗത്തേക്ക് പോകുമ്പോൾ ഇടത്തെ സൈഡിലായിട്ടാണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത്. അപ്പം ഇടത്തെ സൈഡിലായിട്ടാണ് ഓടയുടെ നിർമ്മാണവും പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഉള്ള പണിയും കഴിഞ്ഞിട്ടുള്ളത്. ഇനിയും പണികളൊക്കെ ഒരുപാടുണ്ട്, ബാക്കിയുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് സെൻറ്റർ ഭാഗത്തൊക്കെയുള്ള ഈ ബോർഡും സ്ട്രീറ്റ് ലൈറ്റും എല്ലാം എടുത്ത് മാറ്റണം. ഒരുപാട് പണികളൊക്കെ ഇനിയും ഇടത്തെ സൈഡിലായിട്ട് ബാക്കിയുണ്ട്. ഇവിടെ കുറച്ച് നമ്മുടെ പോലീസ് സ്റ്റേഷൻ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ ഒരു മെറ്റീരിയലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ
പറഞ്ഞതുപോലെ തന്നെ നേരത്തെ കണ്ടതുപോലുള്ളൊക്കെയുള്ള കാഴ്ചകളാണ്. ഇടത്തെ ഈ സൈഡിലായിട്ട് സിവിൽ സ്റ്റേഷൻ വന്നിടത്തുള്ള ബിൽഡിങ് പൊളിച്ചു മാറ്റി. പിന്നെ അവിടെ തന്നെ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. AM ഹോസ്പിറ്റൽ എത്തുന്നതിന് മുമ്പുള്ള സ്ഥലങ്ങൾ, പെട്രോൾ പമ്പ്, ഇവിടെ ഇപ്പം എന്താണ്ട് നമുക്കിപ്പോൾ കാണാം ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പോൾ കൊണ്ടുവന്ന് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. പെട്രോൾ പമ്പ് എത്തുന്നതിന് മുമ്പായിട്ട്. പെട്രോൾ പമ്പ് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ AM ഹോസ്പിറ്റലിന് മുമ്പിലും പണി, ഇപ്പം മണ്ണ് നിരത്തുന്ന പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവിടെയും കുറച്ച് മരങ്ങളും കാര്യങ്ങളും എല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്നിടത്താണ് ഇവിടെ ഒരു ക്ഷേത്രം ഉള്ളത്. ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ആ ഒരു ലെവലിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും എല്ലാം ക്ഷേത്രം എല്ലാം പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ അവിടെ തന്നെ ഡ്രൈനേജിൻ്റെ പണിയും ഈ ഒരു ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് കഴിഞ്ഞു വരുന്നുണ്ട്. പിന്നെയും ഇടത്തെ സൈഡിലായിട്ട് ഇനിയും കുറച്ച് മരങ്ങൾ കൂടി ഈ ഒരു ഭാഗത്തായിട്ട് മുറിച്ച് മാറ്റാൻ ബാക്കിയുണ്ട്. ആ ഒരു പണിയാണ് ഇനി ഈ ഒരു ഭാഗത്ത് പെൻഡിങ് ആയിട്ടുള്ളത്. നമ്മൾ പിന്നെ നേരെ വരുന്നത് ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തേക്കാണ്. ഹൈസ്കൂൾ ജംഗ്ഷൻ ഭാഗത്തേക്ക് വരുമ്പം ഇവിടെയും ഇടത്തെ സൈഡിലായിട്ട് തന്നെയാണ് പണി കൂടുതലായിട്ട് നടക്കുന്നത്. അവിടെ ഇപ്പം സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മണ്ണ് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ സ്കൂളിൻ്റെ മുൻഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ കുറച്ച് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു 2 മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് സ്കൂള് അടവ് വരും. അപ്പോൾ അതിനുള്ളിൽ ആ ഒരു സമയത്ത് തന്നെ ടാറിങ് ഒക്കെ ചെയ്യുവാണെങ്കിൽ അത്രയും നല്ലത്. അല്ലെങ്കിൽ ഈ പിള്ളേർ ഈ പൊടിയെല്ലാം തിന്നേണ്ടി വരും. അതേ പറയാനുള്ളത് നമുക്കിപ്പോൾ. പിന്നെ ഹൈസ്കൂൾ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം നമ്മൾ നേരത്തെ കണ്ട പോലുള്ള പണിയേ നടന്നിട്ടുള്ളൂ. അവിടെ ഇപ്പോൾ ഇത്രയും സ്ഥലത്ത് നമുക്കിപ്പോൾ കാണുന്ന രീതിയിലുള്ള പണി അത്രയും ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെയൊക്കെ കാഴ്ചകൾ നമ്മൾ കുറേ മുമ്പേ കണ്ടതുപോലെ തന്നെയാണ്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടതുപോലെയൊക്കെ തന്നെയുള്ള പണിയുള്ളൂ നടന്നിട്ടുള്ളൂ. പിന്നെ ഇപ്പം കുറച്ച് പണി ആക്റ്റീവ് ആവുന്നത് നമ്മൾ ഗവൺമെൻറ് ആശുപത്രി കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ കൂടുതൽ പണി നടന്നിട്ടുള്ളത്. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ കുറച്ച് പണി നടന്നിട്ടുണ്ട്. അതായത് ഇവിടെ താണ്ട് നമുക്കിപ്പം SNDPയുടെ അടുത്തെത്താറാകുമ്പോൾ ഇവിടെ കുറച്ച് ലെങ്തിലായിട്ട് തന്നെ നെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ വലതുഭാഗത്ത് ആ ഒരു ലെങ്തിലെ ഓടയുടെ ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. വേറെ പണിയൊന്നും നടന്നിട്ടില്ല. പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ മുമ്പിലുണ്ടായിരുന്ന മരങ്ങളും പിന്നെ ആ ഒരു ഭാഗത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അവിടെ തന്നെ നിന്നിരുന്ന മരങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. അത്രയും പണി ആ ഒരു ഭാഗത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നല്ല ഹൈറ്റിലായിട്ട് തന്നെയാണ് ഇടത്തെ സൈഡിൽ ആ ഒരു മണ്ണിട്ട് നിരത്തിയിട്ട് അതിൻ്റെ മുകളിൽ മെറ്റിലിട്ട് നിരത്തിയിരിക്കുന്നത് നല്ല ഹൈറ്റിലായിട്ടാണ്. അതേപോലെ തന്നെ വലതുഭാഗത്തും ഇപ്പം ക്രാഷ് ബാരിയറുടെ നിർമ്മാണം കുറച്ച് ലെങ്തിലും കൂടെ പൂർത്തിയായിട്ടുണ്ട്. അവിടെ തന്നെ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത്. ഇവിടെ ഇപ്പം ഭയങ്കര പൊടിയാണ് ഈ ഒരു ഏരിയയിൽ. ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന ഈ ഇടത് ഭാഗത്ത് കൂടിയാണ് കുറച്ച് ആൾക്കാർ വാഹനമൊക്കെ എടുത്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗത്ത് ഭയങ്കര പൊടിയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്കിപ്പോൾ കാണാം നിലവിലെ റോഡിൻ്റെ തൊട്ട് വലതുഭാഗത്ത് കുറച്ച് ലെങ്തിലായിട്ട് തന്നെ അവർ കുറച്ച് മണ്ണ് കൊണ്ടൊന്ന് ഇടിച്ച് ഉറപ്പിച്ച് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ അങ്ങോട്ട് പോകുന്നിടത്ത് ചെറിയൊരു കയറ്റം പോലാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞ് നേരെ പുതിയാവിലോട്ട് പോകുമ്പം ഒരു ചെറിയൊരു കയറ്റമാണ് അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നിക്കുന്നത് നമ്മൾ പുതിയാവിലെ അണ്ടർപാസ് ഉണ്ടാകുമ്പം ആ ഒരു കയറ്റം കയറുന്നതിന് ഈസി ആയിട്ട് കയറുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇവിടുന്ന് ചെറിയൊരു സ്ലോപ്പിലായിട്ടാണ് പോയിരിക്കുന്നത്. നമുക്കത് താഴെ കൂടെ പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ഫീലിംഗ്. ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗത്ത് നേരത്തെ നേരത്തെ നല്ലോണം പണി ചെയ്തിരുന്നൊരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞു വരുന്ന ഭാഗത്ത്. ഇപ്പോൾ ഇത്രയും നല്ല ഹൈറ്റിലായിട്ട് തന്നെയാണ് ഇപ്പോൾ 2 സൈഡിലും ഇപ്പം മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ ഇടിച്ച് ഉറപ്പിച്ച് ലെവൽ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗവും. അതേപോലെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം വലതുഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും ഇടത്തെ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് പണി തുടരാനുണ്ട്. കാരണം അവിടെ പോസ്റ്റുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു പണി ചില സ്ഥലങ്ങളിലൊക്കെ ഇടത്തെ സൈഡിലായിട്ട് പെൻഡിങ്ങിലാണ്. വലതുഭാഗത്ത് തന്നെ സർവീസ് റോഡിൻ്റെ ഭാഗം കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടാറിങ്ങിൻ്റെ ഘട്ടമായിരിക്കും അടുത്ത ഘട്ടം വലതുഭാഗത്തായിട്ട്. അപ്പോൾ ഇത്രയും പണി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്കിപ്പോൾ കാണാം ഇടത്തെ സൈഡിലായിട്ട് 2-3 തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി വന്ന് കിടപ്പുണ്ട്. അതിൽ നിന്നും മെറ്റിലിറക്കിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വസമുദ്ര കൺസ്ട്രക്ഷനാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അത് പറയാൻ മറന്നുപോയി. ഇപ്പം 2-3 ലോഡ് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം കൂടുതൽ പണി ഇപ്പം പെട്ടെന്ന് തന്നെ നടക്കാത്തതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് കിട്ടാത്തതിൻ്റെ ഒരു ഷോർട്ടേജാണ്. അതേപോലെ തന്നെ തൊഴിലാളികളുടെ ഒരു കുറവും പണി വൈകുന്നതിൽ കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. നമ്മൾ പുള്ളിമാൻ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ പുതിയകാവിലോട്ട് പോകുന്ന വഴിക്ക് പിന്നെ പണി നടന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വലതുഭാഗത്തായിട്ടാണ് കൂടുതൽ വർക്ക് നടന്നിട്ടുള്ളത്. എങ്കിലും വലതുഭാഗത്ത് ഇനിയും പണി ബാക്കിയുണ്ട്. ഇവിടെ തന്നെ ക്രാഷ് ബാരിയറുടെ നിർമ്മാണം വലതുഭാഗത്തായിട്ട് പൂർത്തിയാവാനുണ്ട്. അതേപോലെ തന്നെ ഇടതുഭാഗത്ത് ഇനിയും സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനി ലെവൽ ചെയ്യാനുണ്ട്. അതേപോലുള്ള പണിയാണുള്ളത്. നമ്മൾ താജ്മഹൽ പള്ളിയാണ് ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്.
അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് വലതുഭാഗത്ത് KCB ഉള്ളത്. ഇവിടെ മുതൽ KCBയുടെ അടുത്ത് വരെ അവർ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ലെവലാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മെറ്റിലിട്ട് നിരത്തി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പുതിയകാവ് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്താറാകുമ്പോൾ തന്നെ ഇവിടെ ഇടത്തെ സൈഡിലും ഇപ്പം അവർ ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ കാണാൻ പറ്റും, അവിടെ ഒരു PCC ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ തരങ്കൻ തിയേറ്ററൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് വരുന്ന ഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗം അവരിപ്പം വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അവിടെ തന്നെ നമ്മുടെ പുതിയ ക്ഷേത്രത്തിൻ്റെ തന്നെ കുറച്ച് ബിൽഡിങ് നിന്നിരുന്നത് അത് പൊളിച്ച് മാറ്റിയിട്ട് ഇപ്പം ആ ഒരു ഭാഗത്ത് ഇപ്പം ഡ്രൈനേജിൻ്റെ പണി ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ലെങ്തിലായിട്ട് പൂർത്തിയായിട്ടുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ മുകളിൽ സ്ലാബൊക്കെ ഇട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പുതിയകാവ് ജംഗ്ഷൻ എത്തുമ്പോൾ തന്നെ ഇടത്തെ സൈഡിലായിട്ട് കുറച്ച് സ്ഥലത്തൊക്കെ അവരിപ്പോൾ വൃത്തിയാക്കി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പം ഇടത്തെ സൈഡിലായിട്ട് തന്നെ ആ ഒരു ചുമപ്പ് ബിൽഡിങ് കാണുന്നതിൻ്റെ അവിടെ തന്നെ ഇപ്പം ഡ്രൈനേജിൻ്റെ പണി ഇടത്തെ സൈഡിലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ തന്നെ 2 സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് കുറച്ച് ലെങ്തിലായിട്ടേ കഴിഞ്ഞിട്ടുള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ നമ്മൾ പുതിയകാവ് വരെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ പോകുന്നത് വവ്വാക്കാവിലാണ് പോകുന്നത്. ഇവിടുന്ന് വവ്വാക്കാവ് വരെ പിന്നെ വലിയ പണിയൊന്നുമില്ല. നമ്മൾ വവ്വാക്കാവ് സിഗ്നൽ കഴിഞ്ഞിട്ട് മുമ്പോട്ട് കുറച്ചും കൂടെ വരുമ്പോൾ വലതുഭാഗത്ത് പെട്രോൾ പമ്പ് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഉള്ള വലതുഭാഗത്തെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇപ്പം പ്രൈം കോട്ട് എന്ന് പറഞ്ഞ സാധനം, അതായത് നമ്മൾ ടാറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ പ്രൈം കോട്ട് ബിറ്റുമിൻ ആണെന്നാണ് തോന്നുന്നത്. ഞാൻ ഗൂഗിൾ ചെയ്തപ്പോൾ എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായത് അതാണെന്നാണ് തോന്നുന്നത്. അപ്പം ആ ഒരു സാധനം ഈ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സ്പ്രേ ചെയ്ത് ഒഴിച്ചിരിക്കുകയാണ്. ഇത്രയും ഭാഗത്തായിട്ട് ഒരു 10-60 മീറ്ററോളം നീളത്തിലായിട്ട് കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുകയാണ്. അപ്പം കുറച്ചും കൂടെ കൂടുതൽ ഇപ്പം ഈ ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം കൊണ്ടുവന്ന് ഒഴിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം ടാറിങ് ചെയ്യുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പരിപാടി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് വവ്വാക്കാവ് സിഗ്നൽ കഴിഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് വരുന്നിടത്തായിട്ട്, അതായത് ചങ്ങംകുളങ്ങര അണ്ടർപാസ് എത്തുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഈ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് ടാറിങ് ഉണ്ടാകുമെന്ന് ഞാൻ അവിടെ ഇന്ന് ഒരാളുടെ അടുത്ത് ചോദിച്ചപ്പം പറഞ്ഞില്ല. ഇത് ആദ്യമേ ഈ പ്രൈം കോട്ട് അടിച്ചതിന് ശേഷം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഉദ്യോഗസ്ഥർ വന്ന് ഇത് പരിശോധിച്ചതിന് ശേഷം മാത്രമേ അടുത്ത ഘട്ടത്തിലോട്ട് കടക്കൂ എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്. ഇനിയിപ്പോൾ ടാറിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ പൂർണ്ണമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലുള്ള രീതിയിൽ തന്നെ പണി പൂർത്തിയാവണം. ചില സ്ഥലങ്ങളിൽ മാത്രമേ മണ്ണിട്ട് ലെവൽ ചെയ്ത് അടുത്ത ഘട്ടം ടാറിങ് ആയിട്ടുള്ള ഘട്ടത്തിൽ കടപ്പുള്ളൂ. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ കരുനാഗപ്പള്ളി ഭാഗത്തെ പുതിയ അപ്ഡേറ്റ്. കരുനാഗപ്പള്ളി മുതൽ പുതിയകാവ് വരെയും പിന്നെ വവ്വാക്കാവ് ഭാഗത്തെയും പുതിയ അപ്ഡേറ്റ് നമ്മൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.